Hello, beautiful souls. Welcome back to Triply. Welcome back to yet another discussion of business communication for the CSET. നമ്മൾ സാധാരണ എല്ലാ മാസവും CSETയുടെ ഒരു ബുള്ളറ്റിൻ അല്ലെങ്കിൽ ICSI ബോർഡിൻ്റെ ഒരു ബുള്ളറ്റിൻ ഡിസ്കസ് ചെയ്യാറുണ്ട്, പെർട്ടിക്കുലർലി ഫോർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകണം. നമുക്കൊരു വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളത്, 4-5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ടാവുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിയിട്ട് we'll find out the answer. Okay, so here we go for the very first question. The question is, ഞാൻ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. Okay, rearrange the parts to form a logical sentence. നമുക്കിവിടെ കുറച്ചധികം എന്താ പറയുക, പാസ്റ്റ് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ തന്നിട്ടുണ്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ആ കഷ്ണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ലോജിക്കലി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒന്ന് ലൈക്ക് വി ഹാവ് ടു ഡു എ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ബേസിക്കലി. അപ്പോൾ പ്രോപ്പറായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് നോക്കാം നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിൽ റീഅറേഞ്ച് ഇറ്റ്. ഓക്കെ, ഓപ്ഷൻ എ, ബിഫോർ ദി മാനേജർ അറൈവ്ഡ്. ഓപ്ഷൻ ബി, ദ ടീം ഹാഡ് ഓൾറെഡി completed the report. ഓപ്ഷൻ സി, and submitted it for review. ആൻഡ് ഓപ്ഷൻ ഡി, ആസ് പെർ ദ ഡെഡ് ലൈൻ റിക്വയർമെൻറ്റ്സ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു സെൻസ് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കൊഹഷൻ വാട്ട് വി കോൾ, നമുക്കത് കിട്ടുന്നുണ്ടാവില്ല. നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. പല രീതിയിൽ നമുക്കിത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും ബേസിക്കലി സ്പീക്കിംഗ്. അതായത് നമുക്കൊരു അക്സെപ്റ്റബിൾ ലൈക്ക് മീനിങ് വൈസ് അത് കറക്റ്റാക്കി കിട്ടാൻ നമുക്ക് പല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു പോസിബിൾ വേ ഞാൻ പറയാം. നമുക്കിപ്പോൾ ഉള്ളതിൽ കമ്പാരിറ്റീവ്ലി ഒരു നല്ല രീതിയിൽ നമുക്ക് ഒരു പ്രിസൈസ്ഡ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, BCDA എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ലോജിക്കലി നല്ലൊരു സെൻറ്റൻസ് സീക്വൻസ് എന്നുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ഓക്കെ, ഞാൻ ആ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ആ ഒരു അതേ ഒരു അറേഞ്ച്മെൻറ്റിൽ ഞാനിതൊന്ന് വായിക്കാം. ബി ആണ് ആദ്യം വരുന്നത്. സോ ദ ടീം ഹാഡ് ഓൾറെഡി completed the report and submitted it for review as per the deadline requirements before the manager arrived. ഈ രീതിയിലായിരിക്കും അത് വരുന്നുണ്ടാവുക. സോ the correct answer would be option A. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ബാക്കിയുള്ളതിൽ നമ്മൾക്ക് എവിടെയൊക്കെ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു ഓക്കെ ഇതിങ്ങനെ വരാലോ ഇതങ്ങനെ വരാലോ അങ്ങനെ തോന്നുന്ന 1-2 ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. യാ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വിച്ച് ഇഡിയം മീൻസ് ടു സ്റ്റോപ്പ് trying to do something because you have realized that you cannot succeed. ഇവിടെ ഒരു സിനേറിയോ ഒരു സിനേറിയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താ ഇഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈലി എന്നൊക്കെ പറയാം, ഭാഷാപ്രയോഗം, ഭാഷാ ശൈലി അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഇടി വെട്ടി വന്നെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയണ പോലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ശൈലികളാണ് നമ്മൾക്ക് ജനറലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇംഗ്ലീഷിലുള്ള ചില ശൈലികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശൈലി ഏതാണ്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇവിടെ തന്നിരിക്കുന്ന സിറ്റുവേഷൻ, ദാറ്റ് ഈസ് ടു സ്റ്റോപ്പ് ട്രൈയിങ് ടു ഡു സംതിങ് ബിക്കോസ് യു ഹാവ് റിയലൈസ് ദാറ്റ് യു കനോട്ട് സക്സീഡ് എന്നുള്ള ഒരു സിറ്റുവേഷന് ആപ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയം ഏതാണ്, എന്താണ് സിറ്റുവേഷൻ്റെ അർത്ഥം വരുന്നത്. സക്സീഡ് ചെയ്യാനില്ല അല്ലെങ്കിൽ വിജയിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടൊരു കാര്യം നിർത്തുക, ദാറ്റ് ഈസ് എ തിങ്. യാ, ഓക്കെ, ഫൈൻ. സോ ഓപ്ഷൻ എ, ത്രോ ഇൻ ദ ടവൽ. Option B, let the cat out of the bag. Option C, face the music. And option D, cut corners. See, actually the answer is throw in the towel എന്നുള്ളതാണ്. Throw in the towel. So ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ sometimes I felt bad and sometimes I feel bad and I throw in the towel. ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെൻറ്റൻസിൽ അപ്ലൈ ചെയ്യാം. സോ ബേസിക്കലി സ്പീക്കിംഗ്, throw in the towel means to stop trying something because you have an idea or you have realized that it is not going to work. So അതുകൊണ്ട് ക്വിറ്റ് ചെയ്യുന്നു, ആ ഒരു മീനിങ് ആണ് വരിക. സോ ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യനിൽ ഞാൻ ചെറിയൊരു കറക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ് മീ ക്ലിയർ ഇറ്റ് ഫസ്റ്റ്. The third question is, what is the correct prefix to form a word that means not
ലീഗൽ. ലീഗൽ അല്ലാത്തത് എന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലീഗൽ അല്ലാത്തത് എന്നുള്ള രീതിയിൽ ആ വേർഡിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിഫിക്സ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വിച്ച് വൺ ഇസ് ദ കറക്റ്റ് prefix that we can use with legal to form a meaning that is not legal എന്നുള്ളത് ഏതാണെന്ന് നോക്കാം. ഇവിടെ ഇംലീഗൽ ഉണ്ട്. We have illegal. Let me get it. Okay. We have illegal. We have unlegal. We have illegal. We have dislegal. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിഫിക്സ് എന്ന് പറയുന്നത് നോക്കാം. ഇംലീഗൽ ആണോ? അല്ല, വി നെവർ യൂസ് ഇറ്റ്. സോ റൈറ്റ്. അൺലീഗൽ ആണോ? അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഡിസ്ലീഗൽ അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇല്ലീഗൽ ആണ്. സോ ഇറ്റ് ഷുഡ് ബി ഇല്ലീഗൽ എന്നുള്ള രീതിയിലാണ് വരിക. യാ, സോ അതിൽ നമുക്ക് ഈ ഒരു ലീഗൽ എന്നുള്ളൊരു വേർഡിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിഫിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. യാ, അതൊന്ന് നോക്കി വെച്ചോളൂ. യെസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഫസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ദ ക്വസ്റ്റ്യൻ ഇസ് ചൂസ് ദ കറക്റ്റ് ഫോം ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. താഴെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തരൂലേ, അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്യോർലി ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസിലൊരു ചെറിയ ഭാഗം അവർ വിട്ടിട്ടുണ്ട്. ദർ ഇസ് എ ഗ്യാപ്പ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ഫിൽ ദ ഗ്യാപ്പ് വിത്ത് ദ ഗിവൺ ഓപ്ഷൻസ്. നമുക്കൊരു 3-4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഫിൽ ചെയ്യാം. ഓക്കെ, സോ നോക്കാം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ അത് കൺസ്ട്രക്ട് ചെയ്യാം നോക്കാം. ദ സെൻറ്റൻസസ് had I known about the traffic I dash earlier. This is the sentence. അതിൽ ഐക്ക് ശേഷമുള്ളതാണ് ഇവിടെ മിസ്സായിട്ടുള്ളത്. So we have options like would leave, will leave, would have left, had left. These are the options. Let me tell you, ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Yeah, option C is, wait a minute. Yes, option C, would have left എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Yeah, so എങ്ങനെയാണ് വരിക? had I known about the traffic I would have left earlier. ഞാൻ ആ ട്രാഫിക്കിനെ കുറിച്ച് ട്രാഫിക് ഉണ്ട് എന്നുള്ളത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പോകും. ആ ഒരു മീനിങ് ആണ് വരിക. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. മൂവിങ് ഫോർവേഡ് ഫോർ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് മന്ത്, ദാറ്റ് ഇസ് which of the following is an example of an operating system? കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു എക്സാമ്പിൾ ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൈക്രോസോഫ്റ്റ് വേർഡ്, ഗൂഗിൾ ക്രോം, വിൻഡോസ് 10, ഇന്റൽ കോർ i5. ഇതിലേതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വേർഡ് ആണോ? ഓഫ് കോഴ്സ് അല്ല. വേർഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ഗൂഗിൾ ക്രോം ആണോ? ഗൂഗിൾ ക്രോം ഇസ് ആക്ച്വലി ഒരു സെർച്ച് എഞ്ചിൻ ആണ്. വിൻഡോസ് 10 ആണോ? ഇന്റൽ കോർ ആണോ? ഇതിൽ ആക്ച്വലി വിൻഡോസ് 10 ആണ് ദ കറക്റ്റ് ആൻസർ. ഇന്റൽ കോറും അല്ല. not this. So the correct answer is option C. Yeah, these are the answers of ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളുടെ. സോ എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് മന്ത്. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.